കോഴിക്കോട് തോട്ടുമുഖത്ത് വീട്ടിൽ കയറി അതിക്രമിച്ച് കയറി മർദ്ദനം. വിവാഹമോചനം നേടിയ ദിവസം തന്നെ യുവാവിനെയും വീട്ടുകാരെയും മുൻ ഭാര്യയുടെ ബന്ധുക്കൾ വീട്ടിൽ കയറി മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനത്തിൽ 7 വയസ്സുകാരനും പരിക്കേറ്റു. ആ ദൃശ്യങ്ങളിലേക്ക്. കഴിഞ്ഞ എല്ലാ പേപ്പറും കാര്യങ്ങളും എല്ലാം കിട്ടിയതിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. അപ്പോൾ ഒരു 6:30യോടുകൂടി ഭാര്യയുടെ പിതാവ് വീട്ടിലേക്ക് കയറി വന്നു. വീട്ടിലേക്ക് കയറി വന്നിട്ട് ഭാര്യ പിതാവ് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇന്ന് എന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അപ്പോൾ ഞാനത് അത്ര സീരിയസ് ആക്കി എടുത്തില്ല. അതിനുശേഷം 8:30യോടുകൂടി രാത്രി വീട്ടിൽ ഞാനും എൻ്റെ അമ്മയും എൻ്റെ കുട്ടിയും ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് രാത്രി ഒരു ഗുണ്ടാ സംഘങ്ങളെ പോലെ വന്ന് എന്നെയും എൻ്റെ കുട്ടിയെയും എൻ്റെ അമ്മയും ക്രൂരമായി മർദ്ദിച്ചു. ടൂൾസും കാര്യങ്ങളുമായിട്ടാണ് ഇവർ വന്നത്. അതിനുശേഷം ഞാൻ അൽനാസിൽ അഡ്മിറ്റായി. അതിനുശേഷം അൽനാസിൽ ശേഷം എന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജിലും അമ്മയെ മഞ്ചേരി മെഡിക്കൽ കോളേജിലും കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും മാറ്റി. ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ, അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ ഒരു കംപ്ലയിൻറ്റും കൊടുത്തു. പക്ഷേ നമുക്ക് പേടിയായതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ ബന്ധുവീട്ടിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. രതീഷ് വാസുദേവൻ നൽകും വിവരങ്ങൾ കോഴിക്കോട് നിന്ന്. രതീഷ്, യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? വിവാഹമോചനം നേടിയ ദിവസം തന്നെ ഭാര്യയുടെ ബന്ധുക്കൾ വന്ന് മർദ്ദിക്കുകയായിരുന്നു. മറ്റു പ്രകോപനങ്ങളൊന്നും ഇല്ലാതെ മർദ്ദിച്ചു എന്നാണോ ഈ ആരോപണത്തിൽ പറയുന്നത്? പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ടോ? ബിനിൽ, ഏപ്രിൽ 10-നാണ് ഈ സംഭവം നടക്കുന്നത്. ഏപ്രിൽ 10-ന് രാത്രിയാണ് 8 വർഷത്തോളമായി വിവാഹിതരായി ജീവിക്കുന്ന ഈ സണ്ണി, എബിൻ സണ്ണി യുടെ ഭാര്യയും ആയിട്ടുള്ള വിവാഹമോചനം, പലതര കുടുംബ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇതൊക്കെയായി ബന്ധപ്പെട്ട് കോടതിയിലായിരുന്നു കേസ്. അത് കോടതി വഴി തന്നെയാണ് ഏപ്രിൽ 10-ന് ഇവർ വിവാഹമോചനം നേടുന്നത്. അന്ന് രാത്രിയാണ് ഈ മുൻ ഭാര്യയുടെ ബന്ധുക്കൾ സംഘം ചേർന്ന് വീട്ടിലെത്തി എബിനെയും വീട്ടിലെ അമ്മ, അതേപോലെ തന്നെ മകൻ ഷാരോൺ എന്നിവരെ മർദ്ദിച്ചതായി പരാതിയുള്ളത്. മാത്രമല്ല, പുറത്ത് ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടാണ് ഇവർ സംഘമായി ചേർന്നതെന്ന് ബന്ധുക്കളും നാട്ടുകാരും ഉൾപ്പെടെ ആക്ഷേപം ഉയർത്തിയിരുന്നു. എന്തായാലും പരിക്കേറ്റ എബിൻ ഉൾപ്പെടെ, മകൻ ഉൾപ്പെടെ ഇപ്പോൾ ആശുപത്രികളിൽ ചികിത്സയിലാണ്. അരീക്കോട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. മാത്രമല്ല, ഇവർ സംഘം ചേർന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. കൊല്ലുമെന്ന ഭീഷണിയെ തുടർന്ന് ഇവർ ബന്ധുവീട്ടിലാണ് ഇപ്പോൾ അഭയം പ്രാപിച്ചിട്ടുള്ളത്.